ഓണമിങ്ങെത്തിയതോടെ വിപണിയിൽ പൂക്കൾക്കൊക്കെ നല്ല വിലയാണ്. അത്തപ്പൂക്കളം ഒരുക്കാൻ പ്ലാസ്റ്റിക് പൂക്കൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ സാധാരണമായി കാണുമല്ലേ. പക്ഷേ ഒരു പൂക്കളം തന്നെ റെഡിമെയ്ഡായിട്ട് ഇങ്ങ് വന്നാലോ? ഒറിജിനലിനെ വെല്ലാൻ വിപണിയിൽ ഇപ്പോൾ അങ്ങനെ ഒരു കാഴ്ച കൂടിയുണ്ട്. വമ്പൻ ഡിമാൻഡുമാണെന്ന് കേൾക്കുന്നു. തിരുവനന്തപുരത്ത് നമ്മുടെ ടീം റിപ്പോർട്ടർ തയ്യാറാക്കിയ റിപ്പോർട്ട് നമുക്ക് കണ്ടുവരാം. എടാ, ഇത്തവണ നമുക്ക് എന്തായാലും ഓണം സൂപ്പർ കളറാക്കി മാറ്റണം. അതാണ് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഭയങ്കര കുറച്ചുകൂടി ചെറുതായിരുന്നു. അതിൽ നിന്നൊക്കെ മാറിയിട്ട് നമുക്ക് കുറെ വലിയൊരു വളാക്കാം. ഫണ്ടില്ലേടാ? ചേട്ടാ ഇതിനൊക്കെ എന്താ റേറ്റ് വരുന്നത്? ഇതിന് 70 രൂപ കിലോ. ചേട്ടാ ആകെ മൊത്തത്തിലൊന്ന് റേറ്റ് പറഞ്ഞു തരുമോ? ഒന്ന് എല്ലാം കൂടെ പറയാം. ഈ മഞ്ഞയ്ക്കാണെങ്കിൽ 70, ഇതാണെങ്കിൽ 90, കാവിക്കാണെങ്കിൽ. പാടാമുല്ലയ്ക്കാണെങ്കിൽ 180, റോസ് പട്ട് റോസിനാണെങ്കിൽ 200. ആ വെൽവെറ്റിന് അത് കോഴിപ്പൂ എന്ന് പറയും. ആ കോഴിപ്പൂന്ന് 160. ഈ വെള്ള ജമന്തിക്കാണ് നമുക്ക് റേറ്റ് കൂടി വന്നത്. 250 രൂപ ആവും കിലോ. 250. അരളിയാണെങ്കിൽ 300 രൂപ ആവും കിലോ. ഒരു 250 രൂപയ്ക്ക് ഏകദേശം എത്ര ഇത് കിട്ടും? അത് ഞാൻ കവറിൽ തൂക്കി കാണിച്ചു തരാം. ഇത് 1 കിലോ ഇത്രയും 250 രൂപയാണ്. നിലവിൽ നമ്മൾ വിചാരിച്ച അർത്ഥവും നമ്മളെ ബജറ്റും തമ്മിൽ ഒരു സിങ്ക് ഇല്ലാതെ. വേറെ ഐഡിയ ഉണ്ട്. ഇവിടെ എന്താ റെഡി? ചേട്ടാ ഇതിന് എത്രയാ? 700. ഇതൊരു ഒരു സെറ്റ് ആയിട്ടാണ് ഒരു പീസ്. ഇതിന്റെ വലിപ്പമൊക്കെ എങ്ങനെയാ? ഇതെല്ലാം ഒരേ സൈസാണ്. ആണോ? ഡിസൈനൊക്കെ ഡിസൈൻ പലതും പല രീതിയിൽ. ഇത് എങ്ങനെയാ? ഇത് എവിടെ നിന്നാണ് ചെയ്തു വരുന്നത്? ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതാണ്. ഇത് തുണിയാണല്ലേ ചേട്ടാ? അതൊരു നൂലാണ്, ഒരു ത്രെഡാണ്. ഈ ഓണം കഴിഞ്ഞാൽ ചുരുട്ടി വെച്ചിട്ട് ഇത് കഴുകാൻ പറ്റുമോ? കഴുകാൻ പറ്റും. വാഷബിൾ ആണ്. ചേട്ടാ ഇതിപ്പോ എപ്പോ മുതലേ ഇങ്ങനെ? ഈ വർഷം സ്റ്റാർട്ടിങ് വന്നതാണ്. ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ട് ഇത് കണ്ടപ്പോഴുള്ള ഒരു കൗതുകം എങ്ങനെയാണ്? ഇപ്പം ഞങ്ങളിൽ ഇപ്പൊ 10-12 പീസ് എന്തേ ഉള്ളൂ. 50 പീസ് വന്നതാണ്. നല്ല ഡിമാൻഡാണ്. ഡേറ്റുകൾ കുറവല്ലേ, കൂടുതൽ എടുത്ത് ഇതുപോലെ ഓരോ ഇതായിട്ട് വാങ്ങിച്ച 10 വരെ ഇടാം അല്ലേ? തിരുവോണം വരെ ഓരോ വെറൈറ്റി കളേഴ്സ്. ഇതാണ് ഈ ഓണത്തിന് എത്തിയിരിക്കുന്ന റെഡിമെയ്ഡ് പൂക്കളം. എല്ലാവർക്കും നല്ല നല്ല ഡിസൈനുകളിലുണ്ട്, നല്ല നല്ല കളർ സെറ്റോട് കൂടി തന്നെ ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഓണമാണ്, നാടൻ പൂക്കളൊക്കെ ഇറുത്ത് പൂവൊക്കെ ഇട്ടൊരു കാലത്തുനിന്ന് നമുക്ക് പെട്ടെന്ന് ഒരു റെഡിമെയ്ഡിലേക്ക് പോകുമ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. അതിൽ പെട്ടൊരാളാണ് ഞാനും. എന്തായാലും ചോയ്സ് നിങ്ങളുടേതാണ്, ഏത് സെലക്ട് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാം. ഞങ്ങൾ ഏതായാലും തീരുമാനിക്കട്ടെ ഇത് വേണമോ വേണ്ടോ എന്നുള്ളതൊക്കെ. ഏതായാലും തിരുവനന്തപുരം ചാലയിൽ നിന്നും ടീം റിപ്പോർട്ടർ. അങ്ങനെ തിരുവനന്തപുരം ചാലയിൽ പോയി കുറച്ച് പൂക്കളൊക്കെ വാങ്ങിച്ചതിനെ കുറിച്ച് ഞാനും ഒന്ന് ഓർത്തെടുക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ റെഡിമെയ്ഡുമുണ്ട്, പൂക്കൾ പ്രത്യേകമായി ഇങ്ങനെ കുട്ടകളിലൊക്കെ നിരത്തി വെച്ചിട്ടുമുണ്ട്. ഏത് പൂക്കളം വാങ്ങിച്ച് വേണം നമുക്ക് പൂക്കളം ഇടണം എന്നുള്ളതൊക്കെ തീരുമാനിച്ചോളൂ. പക്ഷെ നമുക്ക് പൂക്കളം ഇട്ടിരിക്കണം. നമ്മൾ ഇവിടെ ഇടുന്നുണ്ട്. നമ്മൾ ഓണത്തിന് ഇവിടെ ഗംഭീര പൂക്കളം ഇടും. പ്ലാസ്റ്റിക് ഒന്നും അല്ല, നല്ല ഒറിജിനൽ.